നമസ്കാരം. ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ട്രംപ് വാദിക്കുന്നതിനോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയും ചെയ്യുന്നതായി അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ആശങ്കകൾക്കിടയാക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് 5000-ത്തിലധികം നാവിക സേനാംഗങ്ങളെ വിന്യസിക്കാൻ US പദ്ധതിയിടുന്നതായി വരുന്ന വിവരങ്ങൾ ഇതിനകം തന്നെ സംഘർഷഭരിതമായ മേഖലയിലെ സാഹചര്യങ്ങളെ കൂടുതൽ കടുപ്പിക്കാനിടയുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് സുരക്ഷിതമാക്കാൻ എന്ന പേരിൽ നടക്കുന്ന ഈ സൈനിക നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ശക്തി പ്രദർശനത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യവും അതേസമയം ഉയരുകയാണ്. അതേസമയം ഇറാന്റെ ഇന്ധന നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്കും ജലശുദ്ധീകരണശാലകൾക്കും എതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഇതോടെ യുദ്ധഭീതി മാത്രമല്ല, ആഗോളതലത്തിൽ എണ്ണവിലയും കുത്തനെ ഉയർന്നിട്ടുണ്ട്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരംഭിച്ച ഈ സൈനിക നീക്കം കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും ബാധിച്ചുകൊണ്ട് ഒരു പ്രാദേശിക യുദ്ധമായി പടരുകയാണ്. പശ്ചിമേഷ്യയിലെ നിർണായക സമുദ്രപാതയായ ഹോർമൂസിന്റെ മേൽക്കോയ്മയ്ക്കായി വൻ ശക്തികൾ നടത്തുന്ന പോരാട്ടം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നയതന്ത്ര പരിഹാരങ്ങൾ ഇപ്പോഴും കൃത്യമായി നടക്കാത്ത സാഹചര്യത്തിൽ വരും ആഴ്ചകളിൽ മേഖലയിൽ കൂടുതൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായേക്കാമെന്ന് ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാനും ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചും US 4500 അമേരിക്കൻ നാവിക സേനാംഗങ്ങളെയും മറൈനുകളെയും മേഖലയിലേക്ക് അയച്ചിട്ടുള്ളതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഇൻഫൻട്രി ബറ്റാലിയൻ ലാൻഡിംഗ് ടീം, ഹെലികോപ്റ്ററുകൾ, F-35 യുദ്ധവിമാനങ്ങൾ, കവചിത ലാൻഡിംഗ് വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടും. കൂടാതെ പേർഷ്യൻ ഗൾഫിലെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സാൻഡിഗോയിൽ നിന്നുള്ള 11ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിന്റെ വിന്യാസവും പെന്റഗൺ വേഗത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ സൈനിക വിന്യാസം ഒരു വ്യക്തമായ പ്രവർത്തന ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്ന് യുദ്ധ സംവിധാനങ്ങളിൽ പരിചയമുള്ള ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ പദ്ധതി എന്നാണ് പേര് വെളിപ്പെടുത്താൻ പോലും ആഗ്രഹിക്കാത്ത ആ ഉദ്യോഗസ്ഥൻ പോലും പ്രതികരിച്ചത്. ഖാർക്ക് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ടെഹ്റാന്റെ എണ്ണ വരുമാനം ഗണ്യമായി കുറയ്ക്കാനും സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് മേധാവിത്വം നൽകാനും സഹായിക്കും. കൂടാതെ കപ്പൽ പാതകൾ തുറന്നിരിക്കുകയാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താനും ഇതിലൂടെ നിഷ്പ്രയാസം സാധിക്കും. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് നിലവിൽ സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ നടപടികൾ ഈ ജലപാതയിൽ ഭാഗികമായ ഉപരോധം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ചർച്ചകൾ മുഖേന സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ, മറുവശത്ത് ഇത്തരത്തിലുള്ള സൈനിക വിന്യാസം നടപ്പിലാക്കുന്നത് ഇരട്ട നിലപാടായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ ഈ നീക്കങ്ങൾ നയതന്ത്ര ശ്രമങ്ങളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സൈനിക സജ്ജീകരണം സംഘർഷം കുറയ്ക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രപരമായ ശ്രമങ്ങളായിരിക്കാം ഈ നടപടികൾ എന്ന് ചിലർ വിലയിരുത്തുമ്പോൾ, മറ്റു ചിലർ ഇതിനെ പ്രാദേശിക സമാധാനത്തിന് ഭീഷണിയായി വിലയിരുത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങൾ വളരെ നിസ്സാരമല്ലാത്തതായതിനാൽ ഏതൊരു സൈനിക നീക്കവും വിപുലമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ സമാധാനത്തിലേക്കുള്ള വഴിയെ തുറക്കുമോ അതോ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്നത് ലോകം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.